രാജ്യത്ത് ആശങ്കയുയർത്തി വീണ്ടും കോവിഡ് കേസുകൾ ഉയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7 മരണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2710 ആണ്. കേരളത്തിൽ മാത്രം 1147 കേസുകൾ. ഐഷത്തൂർ ഷംന ചേരുന്നു. ഷംന, ഇത് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന കണക്കുകൾ തന്നെയാണോ? ഒമിക്രോൺ വകഭേദം തന്നെയാണ് രാജ്യത്ത് അനുഭവപ്പെടുന്നത് എന്നതാണല്ലോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. എത്ര കണ്ട് ആശങ്കപ്പെടണം? തീർച്ചയായും സജിത്, കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുള്ള ഒരു മരണക്കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7 മരണം റിപ്പോർട്ട് ചെയ്തു. പുതുതായി 42 കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് വിവരം. ഇതോടെ രാജ്യത്താകെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 22 എന്നതാണ് റിപ്പോർട്ട്. ഇതിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഇതുവരെ 1000-ന് മുകളിൽ കേസുകൾ, അതായത് 2710 കേസുകളാണ് ആകെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 1147 കേസുകളും കേരളത്തിലാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ മഹാരാഷ്ട്ര, ഡൽഹി ഒക്കെ തൊട്ടുപുറകെയുണ്ട്, ഗുജറാത്ത് ഒക്കെ തൊട്ടുപുറകെയുണ്ട്. എന്തായാലും ഇപ്പോൾ ആരോഗ്യ വിഭാഗം അറിയിക്കുന്നത് വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതായത് ഈ ഒമിക്രോൺ ജെൻ 1 വകഭേദം അത് കൂടുതൽ അപകടകാരികളല്ല, പക്ഷെ അതേസമയം കൂടുതൽ വ്യാപനത്തിന് സാധ്യതയുണ്ട്. അതായത് പഴയ കോവിഡിനേക്കാൾ, ആദ്യമുണ്ടായിരുന്ന കോവിഡിനേക്കാൾ വ്യാപിക്കാനും പെട്ടെന്ന് പടരാനും ഒക്കെ സാധ്യതയുണ്ട്. ആ ഒരു നിലയ്ക്ക് ആശങ്ക പുലർത്തണം. ഒപ്പം തന്നെ മറ്റ് അസുഖമുള്ളവർ, അതായത് ഈ ശ്വാസതടസ്സം, മറ്റ് ന്യൂമോണിയ പോലത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യം കൂടുതലായി ഉള്ളത്. ഇവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം കുട്ടികൾ, ഗർഭിണികൾ, പ്രായമായവർ, ഇവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. ഒപ്പം അനാവശ്യ ആശുപത്രി യാത്രകൾ ഒക്കെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ഇത്തവണത്തെ കോവിഡിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ രോഗലക്ഷണമായി പറയുന്നത് സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. അതായത് തലവേദന, ചുമ, തൊണ്ടവേദന, ജലദോഷം തുടങ്ങി സാധാരണ ഒരു പനി അനുഭവപ്പെടുമ്പോൾ എങ്ങനെയൊക്കെയാണോ അതുപോലെയുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. അല്ലാതെ പഴയ കോവിഡ് കേസുകളെ പോലെ വലിയ രീതിയിലുള്ള ഒരു ശ്വാസതടസ്സം അല്ലെങ്കിൽ രുചി, മണമൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. സാധാരണ പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സാധാരണ പനി ലക്ഷണങ്ങൾ ഉള്ളവർ ഒന്ന് ലാബുകളിൽ പോയി പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുകൂടി ആരോഗ്യ വിഭാഗം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരളത്തിന്റെ ഒരു കാര്യമെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ലാബുകളിൽ RT-PCR പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരിശോധന നടത്തണമെന്ന് നിർദ്ദേശമുണ്ട്. ഒപ്പം ഈ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് മാസ്കുകൾ, ഓക്സിജൻ കിറ്റുകൾ തുടങ്ങി കിടക്കകൾ തുടങ്ങി എല്ലാ ആശുപത്രികളിലും കൃത്യമായി കോവിഡിനെ നേരിടാനുള്ള എല്ലാ സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണം, ഈ പുതിയ വകഭേദം അത് അത്ര അപകടകാരികളല്ല. അതേസമയം മറ്റ് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് ഇത് കുറച്ച് തീവ്രമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്നതാണ് നിർദ്ദേശം. സജിത്, അതാണ് കോവിഡ് കേസുകളുടെ സാഹചര്യം. അതാണ് കെ മുരളി